അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ടെക് ആൻഡ് ബോക്സ് സഫാരി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ പഴയ കലണ്ടർ ഇഷ്ടം പോലെ അടക്കണ്ടാവില്ലേ, അപ്പോൾ പഴയ കലണ്ടർ ഒന്നും കളയാതെ സൂക്ഷിച്ച് വെച്ച് നമുക്ക് പെയിന്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുള്ള ഒരു അടിപൊളി ക്യാൻവസ് പോലെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് സമയങ്ങളത് വീഡിയോയിലേക്ക് പോവല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കുറച്ച് ഒരാഴ്ച നമുക്ക് വീഡിയോസ് ഒന്നും ഇടാനായിട്ട് സമയം കിട്ടില്ല കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് നമ്മുടെ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകാനുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഈ ഒരു ഒരാഴ്ച കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ ഇട്ടിട്ട് പോകാനായിട്ട് സാധിക്കാതിരുന്നത്. അപ്പോഴേ ഇനി തൊട്ട് നമ്മളിങ്ങനെ വീഡിയോസ് കിട്ടുമെന്ന് പറഞ്ഞ വീഡിയോസ് നമ്മൾ ഇടുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പഴയ ഒരു കലണ്ടർ വെച്ച് നമുക്ക് കിഡിലും ക്യാൻവസ് ആക്കി കിഡിലുമായിട്ട് നമുക്ക് പെയിന്റിങ് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരികയാണ് ഇന്നത്തെ വീഡിയോയില്. അപ്പോഴേ എൻ്റെ കയ്യിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും കലണ്ടർ നോക്കിയപ്പോൾ ഞാൻ മറ്റേ കലണ്ടർ തൂക്കിയിടുന്ന കലണ്ടറിനേക്കാളും നല്ല എനിക്ക് തോന്നിയത് ഇതുണ്ടെങ്കിൽ നമ്മൾ ടേബിൾ വെക്കുന്ന കലണ്ടറില്ലേ, ആ ടേബിൾ കലണ്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മറ്റേ കലണ്ടർ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഏത് കലണ്ടറിലാണ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമുക്ക് ഏത് കലണ്ടർ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക 2020 21 ഇപ്പൊ ഇത് ഞാനിപ്പോൾ എടുത്തേക്കണേ 2021 വേറെ ഒന്നും കിട്ടില്ല. നമ്മൾ ഈ കലണ്ടറിങ് വെച്ചിട്ട് വലിയ കാര്യമായിട്ട് നമ്മൾ നോക്കണ പരിപാടിയൊന്നുമില്ല. എന്നാൽ നമുക്ക് പെയിന്റ് ചെയ്ത് കുറച്ചും കൂടി അടിപൊളിയായിട്ട് വെച്ചേക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മളപ്പോ ഈ കലണ്ടർ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അപ്പോൾ ഏത് ഇഷ്ടമുള്ള കലണ്ടർ ഒക്കെ എടുക്കാം. നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന കലണ്ടർ എടുത്താലും നമുക്ക് അതിന് അടിപൊളിയായിട്ട് നമുക്ക് പെയിന്റ് ചെയ്തിട്ട് ക്യാൻവസ് ആക്കി നമുക്ക് നമ്മുടെ മുറിയിലൊക്കെ വെക്കാൻ പറ്റും. ഞാനിപ്പോൾ നോക്കിയപ്പം എൻ്റെ അടുത്തുള്ള സൈഡ് ടേബിൾ വെക്കാൻ പാകത്തിന് നോക്കിയപ്പം ഈ ഒരു ടേബിൾ കലണ്ടർ അപ്പോൾ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ടേബിൾ കലണ്ടർ നമുക്ക് മേക്ക് ഓവർ ചെയ്ത് ഒരു അടിപൊളി ക്യാൻവസും അല്ലെങ്കിൽ ക്യാൻവസ് ആയിട്ട് നമ്മൾ പെയിന്റ് ചെയ്ത് നമ്മൾ ഇന്ന് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങുകയല്ലേ. അതിന് മുമ്പ് ഇന്നത്തെ ഫുൾ തട്ടിക്കൂട്ട് പരിപാടി കേട്ടോ. തട്ടിക്കൂട്ടെന്ന് വെച്ചാൽ വീഡിയോ തട്ടിക്കൂട്ടല്ല, നമ്മൾ ചെയ്ത പരിപാടിയൊക്കെ തട്ടിക്കൂട്ടാണ്. നമ്മുടെ പഴയ എന്താ വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ, ആ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. കളറൊക്കെ പല നമ്മൾ പെയിന്റ് ചെയ്തും അല്ലെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോസിന് വേണ്ടി എടുത്തും കട്ട് ചെയ്തൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും വെറുതെ കളയണ്ടല്ലോ, നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് അറിയാറല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ക്രിയേറ്റീവാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ വേസ്റ്റ് ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കളയണമെന്ന് വിചാരിച്ചുകൊണ്ട് നോക്കുമ്പോഴാണ് ഇന്നത്തെ എൻ്റെ ആ ഒരു ചെറിയ കുരുന്ന് ബുദ്ധി ഉദിച്ചത്. ഇന്നപ്പോൾ ഇങ്ങനെ പെയിന്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതുണ്ടോ നമ്മുടെ ആ ഒരു വശം ഫുള്ള് പോയി കിടക്കുകയാണ്, ഓരോ സംഭവം കുത്തി അരച്ചതൊക്കെ ആയിട്ട്. പക്ഷെ മറ്റേ ആ ഒരു വശത്തിന് ക്ലിയർ എന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ അങ്ങ് മറിഞ്ഞു പോലെ, അപ്പൊ നമുക്ക് വലിയ വിഷയമുണ്ടോ. അതുകൊണ്ട് അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അതും നമ്മുടെ ആ കലണ്ടറും കൂടെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ക്യാൻവസ് ആയിട്ട് നമ്മൾ മേക്ക് ഓവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ കലണ്ടറിന്റെ ആ കറക്റ്റ് സൈസിനായിട്ട് നമുക്ക് ഇതൊക്കെ വെട്ടിയെടുക്കാം കേട്ടോ. എനിക്ക് ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് കളർ ചാർട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനിഷ്ടമുള്ള നമുക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് കുറച്ചും കൂടെ ബ്ലാക്ക് കളറിൽ പെയിന്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് കളർ ചാർട്ടും പിന്നെ വേറെ കാര്യമായിട്ട് നമ്മുടെ ഈ വേസ്റ്റ് ആയിട്ട് വെറുതെ കളയാനുള്ളത്. അങ്ങനെയുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ ചാർട്ട് എടുത്തിരിക്കുന്നത്. ഈ ചാർട്ട് കറക്റ്റ് നമ്മുടെ ആ ഒരു കലണ്ടറിന്റെ ഭാഗത്തിൽ നമ്മൾ മുറിച്ചെടുക്കുകയാണ്. മുറിച്ചെടുക്കാം. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി ആവശ്യമുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ചാർട്ടാണ്. അതിൻ്റെ ഇപ്പുറത്തെ വശം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പറയാം. അപ്പോൾ നമ്മളത് വെറുതെ കളയണല്ലോ എന്ന് വിചാരിച്ചോട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ ഇതും നമ്മുടെ ആ കലണ്ടർ സ്റ്റാൻഡാണ്, ടേബിൾ കലണ്ടറാണ്. ഇതിലാണ് അപ്പോൾ നമ്മളിന്ന് ഈ ചാർട്ട് കറക്റ്റ് നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് നമുക്കിപ്പോൾ എത്രയാണോ അളവ് വേണ്ടത് അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പം ഇത്രയും മതി കേട്ടോ. നമുക്ക് ഇതനുസരിച്ച് എത്രയാണോ അതിൻ്റെ ആ കലണ്ടറിന് ഇത് പേപ്പർ വന്നിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യുകയാണ്. നമുക്കറിയാലോ ഒരു 12 വേണ്ടി വരും കലണ്ടറിനനുസരിച്ച്. അപ്പോൾ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇതങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോഴേ നമുക്കൊരു അടിപൊളി പെയിൻറ്റിങ് ഇതിനകത്തേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റിങ് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പം ഈ ചെമ്പകത്തിൻ്റെ പൂവിൻ്റെ ആ പെയിൻറ്റിങ് ചെയ്തേക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഒരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നോക്കി കിടക്കുമായിരുന്നു. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ കിട്ടി. ഇപ്പോൾ എന്തായാലും അപ്പോൾ അങ്ങ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ആ ഒരു ചെമ്പകപ്പൂവിൻ്റെ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പെയിൻറ്റിങ് ഇഷ്ടപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോഴേ നമ്മുടെ ലൈക്കിൻ്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോകൾക്ക് ലൈക്ക് കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും നിങ്ങൾ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെമ്പകം വരയ്ക്കാൻ പറ്റുന്ന തരത്തിലാണ് നിങ്ങളെ ഒരു ചെറിയ ട്യൂട്ടോറിയൽ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കോടെ അനേബിൾ ചെയ്ത് വെക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞി പെയിന്റിംഗ് ആയിട്ടുള്ള DIY നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ചും കൂടെ ഞാൻ ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കുറേ പേര് കാണുന്നുണ്ടെങ്കിൽ ലൈക്കുകൾ കുറവാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊന്നും നമുക്ക് പറയാനില്ല. ഇപ്പോൾ നമ്മൾ വീഡിയോയുടെ ടെയിൽ എൻഡ് എടുക്കുന്ന സമയം മൊത്തം രാത്രിയാണ്, കുറച്ച് ലൈറ്റ് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ അടുത്തൊരു ദിവസം കാണും അടുത്ത ദിവസം നമ്മൾ വേറെ കിഡിലൻ വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ. ദിസ് ഇസ് ദിലീപ് സൈനിങ് ഓഫ് ഫ്രം ടെക് ആൻഡ് വ്ലോഗ് സഫാരി. അപ്പോൾ എല്ലാവർക്കും ബൈ.